ഹായ് ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കണം. നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു റെസിപ്പി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ ഒരാൾ ചോദിച്ചാണ് ക്യാരറ്റും ഡേറ്റ്സും വെച്ചിട്ടുള്ള കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതാദ്യം കാണിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഇന്ന് പറയാനുള്ള ടോപ്പിക്കിലേക്ക് പോകുന്നതായിരിക്കും കേട്ടോ. ആദ്യം തന്നെ ഞാൻ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ട് നല്ലപോലെ തന്നെ ക്ലീൻ ചെയ്ത് കഴുകി ചീവി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കനമുള്ള പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയ അടുപ്പിൽ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു അര ഗ്ലാസ് പഞ്ചസാര അതിലേക്ക് ഇങ്ങനെ നിരത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പൂൺ ഒഴിച്ച് കൊടുക്കുക, ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഞാൻ പിന്നെ വെള്ളമൊന്നും ഒഴിക്കാറില്ല, അങ്ങനെ തന്നെ അത് ഇരുന്ന് നമ്മുടെ പഞ്ചസാരയൊക്കെ ഇങ്ങനെ കളറായിട്ട് വരും കേട്ടോ. നമ്മുടെ കേക്കിനൊക്കെ കളറ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാരമൽ സിറപ്പാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊന്നും ഇങ്ങനെ കളറ് മാറി വരുന്ന സമയത്ത് നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. വെള്ളമൊന്നും ഒഴിക്കരുത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കരിയൊന്നു തോന്നണി മാത്രം ഒരു സ്പൂൺ വെള്ളം ആദ്യം ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം ചെറിയ തീയിലിട്ട് ഇതുപോലെ നല്ലപോലെ കളറാക്കി നമ്മുടെ പഞ്ചസാര നല്ലപോലെ അരിയിച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ ആകും നമ്മുടെ പഞ്ചസാര. ഇനി നല്ലപോലെ തന്നെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു അര ഗ്ലാസ് വെള്ളം, നല്ല തിളച്ച വെള്ളമായിരിക്കണം, ഇല്ലാതെ പച്ചവെള്ളം വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ. പക്ഷേ ഞാനെപ്പോഴും തിളച്ച വെള്ളമാണ് ഒഴിക്കാറുള്ളത്. ഇതുപോലെ ഇങ്ങനെ പതഞ്ഞ് പൊങ്ങി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ചെയ്യാനുള്ളത്. അപ്പോൾ അര ഗ്ലാസ് പഞ്ചസാരയ്ക്ക് അര ഗ്ലാസ് വെള്ളം തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ തെറിച്ച് വരാനും പൊട്ടിത്തെറിക്കാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ നമ്മളിങ്ങനെ ഒഴിക്കുന്ന സമയത്ത് നമ്മൾ പഞ്ചസാര ഇതുപോലെ ആക്കിയത് കട്ട പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. അത് നല്ലപോലെ തന്നെ നമ്മൾ തീ കൂട്ടി തിളപ്പിച്ചെടുക്കുമ്പോൾ നല്ലപോലെ തന്നെ ലിക്വിഡായിട്ട് വരും. അപ്പോൾ ഞാനിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏറെക്കുറെ എല്ലാവർക്കും ഇതൊക്കെ ചെയ്യാൻ അറിയാവുന്നതാണ് കേട്ടോ. എന്നാലും നമ്മളൊരു റെസിപ്പി കാണിക്കുന്ന സമയത്ത് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കാണിക്കുന്നത്. ഇനി നമ്മൾ നന്നായി മിക്സ് ചെയ്ത് നല്ലപോലെ തന്നെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ആ സമയം കൊണ്ട് തന്നെ ഇതിൻ്റെ കട്ടകളെല്ലാം മാറിയിട്ടുണ്ടാവും കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 200 ഗ്രാം ചീവിയിട്ടുള്ള നമ്മുടെ ഫ്രഷ് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് 200 ഗ്രാം ഈന്തപ്പഴം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. രണ്ടും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഇനി നമ്മുടെ ക്യാരറ്റും അതുപോലെ ഈന്തപ്പഴവും കൂടെ ഒന്ന് മിക്സായിട്ട് വരണം കേട്ടോ. ചെറിയത് ഇത്തിരി മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ തന്നെ നമ്മുടെ ഈ കൂടിയിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് ഡ്രൈ ആയി വരുന്ന ഒരു ചെറിയൊരു ഡ്രൈനെസ് വരുന്ന സമയത്താണ് നമ്മളിത് ഓഫ് ചെയ്ത് എടുക്കുന്നത്. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ ക്യാരറ്റും ഈന്തപ്പഴമൊക്കെ നല്ല സോഫ്റ്റായിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ തിളപ്പിച്ച് നല്ലപോലെ തന്നെ നമ്മുടെ ക്യാരറ്റിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞ് അതുപോലെ തന്നെ നമ്മുടെ സിറപ്പിൻ്റെ വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ ചെയ്യാറുള്ളത്. അങ്ങനെ നമ്മൾ ഇത് ആദ്യം തന്നെ മിക്സ് ചെയ്തിട്ടല്ല, ഇത് ആദ്യം തന്നെ റെഡിയാക്കി എടുത്ത് വെക്കണം. എന്നിട്ട് നല്ലപോലെ ആറിയിട്ടാണ് നമ്മൾ കേക്കിലേക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റിയതിന് ശേഷം ഇത് ഓഫ് ചെയ്ത് മാറ്റി വെക്കണം കേട്ടോ നമ്മൾ ചെയ്യാറുള്ളത്. നല്ലപോലെ തണുത്തിട്ട് നമുക്കിത് കേക്കിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പലരും പല രീതിക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെങ്ങനെയാണ് ചെയ്യുന്നത് പറഞ്ഞാൽ അതിനനുസരിച്ചിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ അതേ ഗ്ലാസ്സിലാണ് കേട്ടോ നമ്മുടെ എല്ലാ അളവും എടുക്കുന്നത്. പിന്നെ മിക്സി വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഓവനൊന്നുമില്ല, അടുപ്പിൽ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ 2 ഗ്ലാസ് നമ്മുടെ മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. കുത്തിത്തിരക്കി എടുക്കാണ്ട് അങ്ങനെ കോരിയിട്ട് സ്മൂത്തായിട്ട് വേണം നമ്മുടെ മൈദ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ 2 സ്പൂണ് നമ്മുടെ ബേക്കിംഗ് പൗഡറും 1 സ്പൂണ് ബേക്കിംഗ് സോഡയും 1 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ അരിച്ചെടുക്കുക കേട്ടോ. 2-3 പ്രാവശ്യം വേണമെങ്കിൽ നിങ്ങൾക്ക് അരിച്ചെടുക്കുക, ഇല്ല ഒരു പ്രാവശ്യം അരിച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മുടെ വിസ്ക് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ചെയ്താലും നമ്മുടെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും എല്ലാം എല്ലായിടത്തും എത്തുന്നതായിരിക്കും. നമ്മൾ വിസ്ക് വെച്ചിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അത് മിക്സ് ചെയ്ത മിക്സ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഡ്രൈ ആയിട്ടുള്ള നമ്മുടെ മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിൽ 3/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ 2 ഗ്രാമ്പു, അതുപോലെ 2 ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ട, പിന്നെ ജാതിക്കയുടെ കുരു ഉണ്ടെങ്കിൽ ഒരു ചെറിയൊരു കഷ്ണം ജാതിക്കയുടെ കുരുവും കൂടെ ചേർത്ത് നല്ലപോലെ പൊടിച്ചിട്ട് വരണം കേട്ടോ. നമുക്ക് പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ 1 കപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ പൊടിക്കാത്ത പഞ്ചസാര ആയതുകൊണ്ടാണ് 3/4 കപ്പിൽ കുറച്ചുകൂടെ കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ പൊടിച്ചുകൊണ്ട് വന്നതിലേക്ക് നമ്മൾ 4 കോഴിമുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. തണുപ്പില്ലാത്ത കോഴിമുട്ട വേണം കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. 4 കോഴിമുട്ട കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലപോലെ തന്നെ മിക്സിയിൽ അടിച്ചിട്ട് വരണം കേട്ടോ. അപ്പോൾ നമ്മൾ 2 ഗ്ലാസ് മൈദയ്ക്ക് 4 കോഴിമുട്ടയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്.
ഇനി നമ്മൾ ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കുന്നത് വാനില എസൻസ് ആണ് കേട്ടോ. അത് 1 സ്പൂൺ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് 1/2 കപ്പ് റിഫൈൻഡ് ഓയിൽ കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്ററിലും ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ബീറ്റർ ഇല്ലാത്തവർക്ക് മിക്സിയിൽ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ അടിച്ചിട്ട് വന്നിട്ടുള്ള മിക്സ് നമ്മളൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ക്യാരറ്റും അതുപോലെ തേനീച്ചമ്പഴത്തിൻ്റെ കൂട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് മാവ് മിക്സ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലയെന്നുണ്ടെങ്കിൽ മാവിന് മുമ്പേ ചേർത്ത് കൊടുക്കുക കേട്ടോ. എങ്ങനെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പിന്നെ നമ്മുടെ മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ലപോലെ തണുത്തിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യമേ നമ്മൾ ഇത് ഉണ്ടാക്കി വെച്ചതിന് ശേഷം വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഈ സമയം കൊണ്ട് തന്നെ നമ്മൾ ഇത് വേവിക്കാനുള്ള പാത്രവും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഒന്ന് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വിസ്ക് വെച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ കറക്റ്റായി തന്നെ നമ്മുടെ മിക്സിങ് റെഡിയാകും കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്യുന്ന മിസ്റ്റേക്ക് കൊണ്ട് നമ്മുടെ കേക്ക് പൊങ്ങി വരാതെയും വേവാൻ ഒരുപാട് സമയം എടുക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിസ്ക് ആകുമ്പോൾ എന്താ പറയുക, നല്ല കറക്റ്റായി തന്നെ കിട്ടും. അങ്ങനെ നമ്മളതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ പൊടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പൊടി ഒരു 3 പ്രാവശ്യമായിട്ടാണ് ചേർക്കുന്നത്. കുറേശ്ശെ ആയിട്ടാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഒന്നിച്ച് പൊടി ചേർത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ കുറേശ്ശെ ചേർക്കുമ്പോൾ നമുക്ക് മിക്സ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ കുറേശ്ശെ 2-3 പ്രാവശ്യമായിട്ട് നമ്മുടെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇന്ന് കുറച്ച് ലെങ്ത്താണ്. എന്താ പറയുക, കേക്കിൻ്റെ കാര്യങ്ങളെല്ലാം കാണിക്കുന്നത് കൊണ്ട് തന്നെ, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ കുറച്ച് ലെങ്ത്താണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ക്ഷമയോടെ കാണുമെന്ന് വിചാരിക്കണം. അങ്ങനെ ഞാൻ ലാസ്റ്റായിട്ടുള്ള നമ്മുടെ പൊടി കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ലപോലെ തന്നെ ഹാപ്പി ന്യൂ ഇയർ ഒക്കെ ആഘോഷിച്ചു എന്ന് വിചാരിക്കണം കേട്ടോ. ഫസ്റ്റ് പറയേണ്ടതായിരുന്നു, ഇത് ഞാൻ ഫസ്റ്റ് പറയാൻ വിട്ടുപോയതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാ പൊടിയും ചേർത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട് കേട്ടോ നമ്മുടെ മിക്സ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ തന്നെ നമുക്ക് നമ്മുടെ നട്ട്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നട്ട്സ് എടുത്ത് കുറച്ചൊന്ന് പൊടിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ മിക്സിംഗ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ പാത്രം ഒന്ന് നമ്മൾ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പാത്രമൊക്കെ ഫസ്റ്റ് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചെയ്തില്ല, ഇപ്പോഴാണ് കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ബട്ടർ പേപ്പറൊന്നും ഇല്ലാത്ത കാരണം ഞാൻ ആദ്യമേ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് കുറച്ച് മൈദപ്പൊടിയൊക്കെ തട്ടി റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കേക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ പാത്രം ഒന്ന് ചൂടാക്കാൻ വെക്കുക. അതുപോലെ നമ്മുടെ പാത്രത്തിൽ ഇതുപോലെ എണ്ണയൊക്കെ ചേർത്തതിന് ശേഷം ബട്ടർ പേപ്പറൊക്കെ വെച്ച് റെഡിയാക്കി എടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അങ്ങനെ നമ്മളിതെല്ലാം ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് നമ്മുടെ കൂട്ടൊഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ എണ്ണ തേച്ച് നമ്മുടെ മൈദപ്പൊടി ഇട്ടാലും നല്ല രീതിക്ക് തന്നെ നമ്മുടെ കേക്ക് അതൊന്ന് എടുക്കാൻ കിട്ടും കേട്ടോ നമുക്ക്. അങ്ങനെ നമ്മുടെ കൂട്ടൊക്കെ നമ്മൾ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ എല്ലാം ഒഴിച്ചു കൊടുത്ത് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കേൾക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് മേലേക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് ടൂട്ടി ഫ്രൂട്ടിയോ അതുപോലെ തന്നെ നമ്മുടെ ഈന്തപ്പഴം വേണമെങ്കിൽ അങ്ങനത്തെ ചെയ്ത് കൊടുക്കാം. നമുക്ക് അലങ്കാര പണികൾ എന്ത് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കാഷ്യൂനട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി കാഷ്യൂനട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു 10 മിനിറ്റ് മീഡിയത്തിൽ തീയിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത് നമ്മുടെ അടുപ്പ്. അത് നമ്മൾ ചെറിയ അടുപ്പിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മുടെ കേക്ക് വേവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുള്ള നമ്മുടെ പാത്രത്തിലേക്ക് നമ്മുടെ കേക്ക് ഇറക്കി വെച്ചിട്ട് ഒരു മണിക്കൂർ നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് നമ്മൾ കേക്ക് മൊത്തത്തിൽ വേവിച്ചെടുക്കുന്നത് കേട്ടോ. 3/4 മണിക്കൂർ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ബാക്കിയുള്ള സമയം ഒരു ലോ ഫ്ലെയിമിലാണ് കേട്ടോ നമ്മൾ വെച്ചിരിക്കുന്നത്. ഞാനൊരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്തപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, നല്ലപോലെ പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കേക്ക് വെന്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് കൂടെ ചെറിയ തീയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. 15 മിനിറ്റ് കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ കേക്ക് നല്ലപോലെ തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കാരമൽ സിറപ്പ് വാങ്ങാൻ കിട്ടും കേട്ടോ. അത് ചേർക്കണമെങ്കിൽ ഇത് കൂടുതൽ കളർ കിട്ടും. ഇപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ കേക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല, ഇങ്ങനെ തന്നെ ചെയ്താൽ തന്നെ നന്നായിരിക്കും കേട്ടോ. ഇപ്പോൾ 1 മണിക്കൂറും 15 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കേക്ക് റെഡി ആയി കിട്ടിയിട്ടുണ്ട്. 3/4 മണിക്കൂർ ഒരു മീഡിയം ഫ്ലെയിമിലും അതിനുശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ വേവിച്ചത്. അതും നമ്മൾ ചെറിയ അടുപ്പിൽ വെച്ചിട്ട് വേവിച്ചെടുത്തതാണ്. അപ്പോൾ എല്ലാം ക്ലിയറായി എന്ന് വിചാരിക്കണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ കേക്ക് ഒന്ന് ആറാൻ വിട്ടിരിക്കുകയാണ്. അതിന് ശേഷം ഞാൻ പിറ്റേ ദിവസമാണ് കേട്ടോ നമ്മുടെ കേക്ക് മുറിക്കുന്നത്. ആ സമയത്ത് കറണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മുടെ
വീഡിയോയ്ക്ക് കുറച്ച് ക്ലാരിറ്റി കമ്മിയായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറേ നേരം കറണ്ട് വരാൻ വെയിറ്റ് ചെയ്തു, പക്ഷേ കറണ്ട് വന്നില്ല. അപ്പം പിന്നെ എല്ലാവർക്കും പോകേണ്ട നേരമായപ്പോൾ ഞാൻ പിന്നെ വേഗം തന്നെ കേക്ക് മുറിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ബട്ടർ പേപ്പർ വെക്കാത്ത കാരണം കേട്ടോ കുറച്ചൊക്കെ നമ്മുടെ പാത്രത്തിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ടർ പേപ്പർ വെക്കണേ ഒന്നുകൂടി നല്ല വൃത്തിക്ക് കിട്ടും കേട്ടോ. ഞാനങ്ങനെ നമ്മുടെ കേക്കൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല കളറായി തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ പിറ്റേ ദിവസത്തിന്. അപ്പോൾ ഇതൊരു പിറ്റേ ദിവസം മുറിക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റും അതുപോലെ സ്വാദും ഒക്കെ ഭയങ്കര കൂടുതലായിരിക്കുന്നത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ നല്ല സൂപ്പറായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ കേക്ക് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ ചോദിച്ചിട്ടുള്ള സബ്സ്ക്രൈബർക്കും പുതിയതായിട്ടുള്ള ആൾക്കാർക്ക് നമ്മുടെ ഡെയിലി വീഡിയോ കാണുന്ന ആൾക്കാർക്ക് നമ്മുടെ കേക്കിൻ്റെ റെസിപ്പിയൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മുടെ ഈന്തപ്പഴ കേക്ക് റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിനി ഒരു കാര്യം കൂടെ പറയാനുണ്ട്. പിന്നെ നമ്മളൊരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താ പറഞ്ഞാൽ മട്ടൻ്റെ നമ്മൾ 2 ദിവസം മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കറിയും ഒലർത്തൊക്കെ ഒന്ന് കാണിക്കുമെന്ന്. മട്ടൻ ഇനി വാങ്ങുമ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ. എന്താ പറയാൻ കാരണം പറഞ്ഞാൽ മട്ടൻ ഇവിടെ എല്ലാവരും കഴിക്കൽ വളരെ കുറവാണ്, അതുകൊണ്ട് എപ്പോഴെങ്കിലും വാങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഞാൻ എപ്പോഴെങ്കിലും വാങ്ങുന്ന സമയത്ത് അതിൻ്റെ റെസിപ്പി കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന സബ്സ്ക്രൈബറാണ്, അതുപോലെ നമുക്ക് ഡെയിലി കമൻ്റ് ഇടുന്ന ആളാണ്. അപ്പോൾ പിന്നെ നമ്മളത് പറയണമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. ഇനി നമ്മൾ ആ റെസിപ്പി എപ്പോഴും പറഞ്ഞാൽ അവർ വെയിറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ ആ മട്ടൻ ആയതുകൊണ്ട് കുറച്ച് മെല്ലെ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. അത് അധികം ആരും അങ്ങനെ കഴിക്കില്ല. അപ്പോൾ നമ്മൾ വാങ്ങി വേസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ എപ്പോഴെങ്കിലും നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് കാണിക്കാം കേട്ടോ. ഇന്ന് നമ്മൾ പറയുന്ന ടോപ്പിക്ക് നമ്മളെ തന്നെ നമുക്ക് എങ്ങനെ ബോൾഡാക്കി എടുക്കുക എന്നതിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ബോൾഡാകുക എന്നത് ഒരു നിസ്സാരപ്പെട്ട കാര്യമല്ല കേട്ടോ. അതും ആരും തന്നെ നമ്മളെ ബോൾഡാക്കുകയില്ല. പിന്നെ നമ്മൾ തന്നെ സ്വയം അങ്ങനെ ആകാൻ ശ്രമിക്കുകയാണ് വേണ്ടത് കേട്ടോ. ബോൾഡാകുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസങ്ങളും അതുപോലെ തന്നെ അനുഭവങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഇനിയുള്ള കാലത്ത് നമ്മൾ നല്ല ബോൾഡായി ഇരുന്നാൽ മാത്രമേ നമ്മുടെ ജീവിതം നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുകയുള്ളൂ കേട്ടോ. അപ്പോൾ ആ ബോൾഡാകുന്നതിനെക്കുറിച്ചൊരു 11-12 പോയിൻ്റ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് ബോൾഡാകാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ മനസ്സിനെ നല്ലപോലെ തയ്യാറാക്കി എടുക്കണം കേട്ടോ വേണ്ടത്. ഇനി രണ്ടാമത്തത് പറയുന്നത് നമുക്ക് ഒരു സെൽഫ് റെസ്പെക്റ്റ് വേണം. അതായത് നമുക്ക് നമ്മളെ തന്നെ ഒരു മര്യാദയും സ്നേഹവും കരുതലും എല്ലാം നമ്മളോട് നമുക്ക് തന്നെ വേണം കേട്ടോ. ഇനി മൂന്നാമത്തെ കാര്യം പറയുമ്പോൾ നമുക്കൊരു കോൺഫിഡൻറ്റ് വേണം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ല വ്യക്തതയോടും നേർമയോടും നല്ല രീതിക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം നമുക്ക് വേണം കേട്ടോ. എന്നാൽ മാത്രമേ എല്ലാ കാര്യവും നമുക്ക് ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇനി നമ്മൾ പറയുന്ന നാലാമത്തെയാണ് കേട്ടോ, നമ്മുടെ ഡ്രസ്സിങ്ങിൽ തന്നെ ഒരു മാറ്റം വരുത്തണം കേട്ടോ. അപ്പം അതായത് നമ്മൾ രാവിലെ എണീറ്റ് കുളിക്കാതെയും അതുപോലെ തന്നെ വൃത്തിയില്ലാത്ത വസ്ത്രമൊക്കെ ധരിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് നമ്മളോടുള്ള ഒരു കോൺഫിഡൻറ്റ് തന്നെ ഇല്ലാണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ കാണുന്നവർക്കും അതൊരു വൃത്തികേടായിട്ട് തോന്നും. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാറ്റി രാവിലെ തന്നെ കുളിച്ച് നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് നല്ല ഉഷാറായിട്ട് നമ്മളെ തന്നെ നമുക്ക് എങ്ങനെ ഇഷ്ടപ്പെടുന്നു എന്ന രീതിക്ക് മാറാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതും നമ്മുടെ ആത്മവിശ്വാസം ഒരുപാട് വർദ്ധിക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഇനി നമ്മൾ പറയുന്നത് അഞ്ചാമത്തെ കാര്യമാണ് കേട്ടോ. നമ്മൾ എന്ത് കാര്യം ചെയ്യണമെങ്കിലും അതിന് ന്യായമായിരിക്കണം. ആ കാര്യം നമ്മൾ ചെയ്യുന്ന കാര്യം വളരെ ന്യായവും വ്യക്തവുമായിരിക്കണം കേട്ടോ. അതും നമ്മുടെ കോൺഫിഡൻറ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒരുപാട് നമ്മളെ സഹായിക്കുന്നതായിരിക്കും. ഇനി നമ്മൾ പറയുന്നത് ആറാമത്തെ ടിപ്സാണ് കേട്ടോ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും തെറ്റുണ്ടെന്ന് മറ്റുള്ളവർ പറയുമ്പോൾ അത് ശരിയായ രീതിക്ക് പറഞ്ഞ് കറക്റ്റാക്കാൻ കൂടി നമുക്ക് അറിയണം കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒന്നുകൂടെ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ വളരെ സഹായിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇതുകൂടെ. നമ്മൾ പറയുന്നത് ഏഴാമത്തെ ടിപ്സാണ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്താണെന്ന് പറഞ്ഞാൽ എന്ത് കാര്യവും നല്ല ധൈര്യത്തോടെ ചെയ്യും എന്ന ആത്മവിശ്വാസം വേണം നമുക്ക് കേട്ടോ. ആത്മവിശ്വാസവും വിശ്വാസവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏത് കാര്യം നല്ല രീതിക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ പറയുന്നത് എട്ടാമത്തെ ടോപ്പിക്കാണ് കേട്ടോ. ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ മനസ്സ് പെട്ടെന്ന് ഉടഞ്ഞു പോകാതെ നോക്കണം കേട്ടോ. എന്തെങ്കിലുമൊക്കെ ചെറിയ നിസ്സാര കാര്യമായിരിക്കും, പക്ഷേ അതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ ഭയങ്കര പ്രയാസമായിരിക്കും കേട്ടോ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ആത്മവിശ്വാസവും അതുപോലെ തന്നെ വിശ്വാസവും തകർന്നു പോകും. അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് ഒരുപാട് നമ്മൾ എന്താ പറയുക മനസ്സുടയാതെ അതിന്ന് നല്ല ധൈര്യത്തിൽ അത് കൈകാര്യം ചെയ്യാനും കൂടെ നമ്മൾ പഠിക്കണം കേട്ടോ.
ഇനി നമ്മൾ 9ാമത്തെ ടിപ്സാണ് പറയുന്നത്. നമ്മൾ ഒരാളോട് വർത്തമാനം പറയുന്ന സമയത്ത് അവർക്ക് അതിൻ്റേതായ മര്യാദയും ബഹുമാനവും അതുപോലെ സ്നേഹത്തിലും വേണം നമ്മൾ പെരുമാറാൻ വേണ്ടിയിട്ട് കേട്ടോ. അതും നമ്മുടെ ആത്മവിശ്വാസം ഒരുപാട് വർദ്ധിപ്പിക്കും കേട്ടോ. എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നല്ല കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നോ അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നെഗറ്റിവിറ്റി മാറുകയും അതുപോലെ തന്നെ പുതിയ പുതിയ സന്തോഷങ്ങൾ ഉൾക്കൊള്ളാനും അതിനൊക്കെ ഒരുപാട് സഹായിക്കും കേട്ടോ. അപ്പോൾ മര്യാദ കൊടുത്ത് നമ്മൾ വർത്തമാനം പറയുന്നിടത്താണ് നമുക്ക് ഒരുപാട് വിജയം ഉണ്ടാകുന്നത്. നമ്മൾ എത്രത്തോളം മര്യാദ കൊടുത്ത് മറ്റുള്ളവരോട് പെരുമാറണോ അതുപോലെ തന്നെ അവരും നമ്മളോട് നല്ല മര്യാദയ്ക്കായിരിക്കും കേട്ടോ പെരുമാറുന്നത്. അപ്പോൾ എല്ലാവരും ചിലപ്പോൾ അങ്ങനെ ചെയ്തു എന്ന് വരില്ല, പക്ഷെ നമ്മൾ നമ്മുടെ ഭാഗം ക്ലിയർ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ് കേട്ടോ. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് 10ാമത്തെ കാര്യമാണ്. ഏത് കാര്യമായാലും നമ്മളിപ്പോൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അത് അതിൻ്റേതായ രീതിക്ക് ഉൾക്കൊണ്ട് നല്ല രീതിക്ക് ചെയ്തെടുക്കാനുള്ള ആത്മവിശ്വാസം വേണം കേട്ടോ. ചില കാര്യങ്ങൾ നല്ല കാര്യങ്ങളായിരിക്കും, ചിലത് ചീത്ത കാര്യങ്ങളായിരിക്കും. അപ്പോൾ അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി അതിൻ്റേതായ രീതിക്ക് എടുത്ത് നമ്മൾ ആത്മവിശ്വാസത്തോടുകൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് വിജയം ഉറപ്പാണ്. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ തന്നെ ഒരുപാട് ബോൾഡായിരിക്കാൻ നമ്മൾ സ്ത്രീകൾക്ക് പറ്റും കേട്ടോ. ഒരുപാട് വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നല്ല ബോൾഡായിട്ട് ഇരിക്കാൻ ഒരുപാട് സഹായിക്കും. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് എന്താ പറയുക 11ാമത്തെ ടിപ്സാണ് കേട്ടോ. പിന്നെ ഏതൊരു കാര്യവും ഒറ്റയ്ക്ക് ഫേസ് ചെയ്യാൻ കൂടി നമ്മൾ പഠിക്കണം കേട്ടോ. അത് എല്ലാത്തിനും മറ്റുള്ളവരുടെ സഹായം ചോദിക്കുമ്പോൾ അത് അവർക്ക് ഒരു ബുദ്ധിമുട്ടായി തോന്നും. അപ്പോൾ മാക്സിമം നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ നമ്മൾ തന്നെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഒരുപാട് ഒരാളെ നമ്മൾ ബുദ്ധിമുട്ടിക്കുക പറയുമ്പോൾ അതൊരു ഭയങ്കര അവർക്കൊരു ബുദ്ധിമുട്ടായി തോന്നും. അപ്പോൾ എപ്പോഴും ഒരാളുടെ സഹായം നമ്മൾ ചോദിക്കുക എന്ന് പറയുമ്പോൾ അത് എപ്പോഴും അങ്ങേയറ്റം എത്തിയെന്ന് വരില്ല. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ ഫേസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ എത്ര വലിയ കാര്യങ്ങൾ വന്നാലും അത് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാവും കേട്ടോ. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയുന്നത് 12ാമത്തെ ടിപ്സാണ് കേട്ടോ. നമ്മൾ ആരോടെങ്കിലും സംസാരിക്കുന്ന സമയത്ത് പേടി കൂടാതെ നല്ല വ്യക്തതയോട് കൂടിയിട്ട് അവരുടെ കണ്ണിൽ നോക്കി വേണം കേട്ടോ നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടാകും. അപ്പോൾ ഒരു പേടിയും കൂടാതെ നല്ല ധൈര്യത്തോടു കൂടി വേണം നമ്മൾ മറ്റുള്ളവരോട് ഇടപഴകാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി നമ്മൾ പറയുന്നത് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന വിജയത്തിനെക്കുറിച്ചും പരാജയത്തിനെക്കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ജീവിതത്തിൽ വിജയിക്കുന്ന സമയത്ത് അധികം സന്തോഷിക്കാതിരിക്കുകയും അതുപോലെ തന്നെ പരാജയപ്പെടുന്ന സമയത്ത് അധികം ദുഃഖിക്കാതിരിക്കുകയും ചെയ്യണം കേട്ടോ. മതിമറന്ന് സന്തോഷിക്കുന്നതും അതുപോലെ തന്നെ അളവിക്കധികമായി സങ്കടപ്പെടുന്നതും നമ്മുടെ ജീവിതത്തിന് ഒരുപാട് ബാധിക്കും കേട്ടോ. അപ്പോൾ അതുകൂടെ നമ്മൾ കൺട്രോൾ ചെയ്ത് എടുക്കണേ നമുക്ക് നല്ല പോലെ തന്നെ ബോൾഡായിരിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്നത്തെ റെസിപ്പിയും അതുപോലെ നമ്മൾ ബോൾഡായിരിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള നമ്മുടെ കുറച്ച് നമ്മുടെ ഐഡിയാസും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.